താൻ MD ആയിരിക്കുന്നിടത്തോളം കാലം തെറ്റിന്റെ പാതയിലൂടെ കൺസ്യൂമർ ഫെഡ് പോകാൻ അനുവദിക്കില്ലെന്ന് ടോമിൻ ജെ തച്ചങ്കരി. കൺസ്യൂമർ ഫെഡിലെ ചില ആൾക്കാർ അഴിമതി നടത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നും തച്ചങ്കരി പറഞ്ഞു. കോട്ടയത്ത് കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തച്ചങ്കരി. താൻ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പൊറുക്കാനാവാത്ത അഴിമതിയാണ് കൺസ്യൂമർ ഫെഡിൽ നടന്നുകൊണ്ടിരുന്നതെന്ന് തച്ചങ്കരി പറഞ്ഞു. ഇനി അത് നടക്കില്ല. തെറ്റിന്റെ മാർഗത്തിലൂടെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ പല തെറ്റുകളും ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കൂ, MD എത്ര രൂപ യാത്രാബന്ധം പറ്റി, എത്ര രൂപയ്ക്കാണ് താമസിച്ചത്, എത്ര രൂപയ്ക്കാണ് ഭക്ഷണം കഴിച്ചത്? 1.5 ലക്ഷം രൂപയുടെ ആൽക്കഹോൾ ബില്ലാണ് പത്രപരസ്യത്തിന് വേണ്ടി അല്ല പാർട്ടി നടത്താനും വേണ്ടി ഡൽഹിയിൽ പോയി ഈ സ്ഥാപനം മുടക്കുന്നത്. ഓട്കായുടെ വില 1.5 ലക്ഷം രൂപ, ഓട്ക എന്ന പേരെഴുതി. ഇതൊക്കെ ശരിയാണ്? ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ശരിയാണോ? കൺസ്യൂമർ ഫെഡിനെ കൂടുതൽ സുതാര്യമാക്കി ലാഭകരമായ ഒരു പ്രസ്ഥാനമാക്കി വളർത്തുകയാണ് തന്റെ ലക്ഷ്യം. എന്നാൽ ചില ജീവനക്കാർ അഴിമതി ഇഷ്ടപ്പെടുന്നവരാണ്. കൺസ്യൂമർ ഫെഡിലെ വളരെയധികം തൊഴിലാളികളും അഴിമതിയിൽ താല്പര്യമുള്ളവരാണ്. ഞാൻ ഓർത്ത് മുകളിലത്തെ ലെവലിൽ മാത്രമാണ്, താഴത്തെ ലെവലിലേക്കും അതിങ്ങനെ പോയിരിക്കുന്നു. അതാണ്. അപ്പൊ അവരവർക്ക് തന്നെ മുകളിൽ അതാണ്, പിന്നെ താഴെ എനിക്ക് ആയിക്കൂടെ. അപ്പൊ ആ സംഭവം കൂടെ മാറാതെ ഒരു സ്ഥലം മാത്രം കൊണ്ട് കാര്യമാകത്തില്ല. കൺസ്യൂമർ ഫെഡിനെതിരെ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു തച്ചങ്കരിയുടെ 1 മണിക്കൂർ നീണ്ട പ്രസംഗം. അതേസമയം തിരുവഞ്ചൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ വിളിച്ച പരിപാടിയിലേക്ക് പ്രസിഡന്റ് ജോയ് തോമസിനെ ക്ഷണിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. റിപ്പോർട്ടർ, കോട്ടയം.